ഗൈസ്, സോ ഫ്ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് കൊച്ചിയിലെത്താറായി. അതിൻ്റെ ഇടയ്ക്കൊരു ചെറിയ ഫ്ലൈറ്റ് എമർജൻസി വന്നിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ബാക്കിൽ കുറച്ച് പേര് പെട്ടെന്ന് അങ്ങോട്ട് ഓടിപ്പോയി. ഫ്ലൈറ്റ് സ്റ്റാഫ് അവിടെ ആർക്കാണ്ട് എന്തോ തലകറക്കോ എന്തോ ഇഷ്യൂ വന്നതാണ്. അതിന് ഇവിടെ വളരെ പ്രൊഫഷണൽ സ്റ്റാഫാട്ടോ, നല്ല സ്റ്റാഫാണ്. അവരുടെ യൂണിഫോം കണ്ടാലും എല്ലാ കാര്യത്തിലും നല്ല പ്രൊഫഷണാലിറ്റി അവർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നല്ല കർട്ടിയസും ആണ് കേട്ടോ. സോ ഒരു കൈൻഡ് ഓഫ് ന്യൂ ഏജ് പോലെയാണ്. അപ്പം ബാക്കിലാണ് ഈ സംഭവം സംഭവിച്ചിറക്കുന്നത്. പെട്ടെന്ന് അവർ ഓടിപ്പോയി. എനിക്ക് കുറച്ച് 2-3 കാര്യങ്ങൾ പറയാനുണ്ട് ഇവരെ പറ്റി, ആകാശ് എയറിനെ പറ്റി. ശരിക്കും ഇത് നല്ലൊരു എയർലൈൻസാണ്. എനിക്ക് കേട്ടോ പെട്ടെന്ന് ഓടിപ്പോയി ഇറക്കണം. അവർ ഇപ്പോൾ എമർജൻസി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. ഫസ്റ്റ് എയ്ഡ് കിറ്റും കാര്യങ്ങളൊക്കെ ബാക്കിലോട്ട് പോയായിരുന്നു. അവിടെയാണ് ഇരിക്കുന്നത്, അവിടെയാണ് പറ്റിയിറക്കുന്നത്. സോ എനിവേ, പൊതുവെ ഫോർ എ ബഡ്ജറ്റ് എയർലൈൻസ് ഇത് നല്ലൊരു എയർലൈൻസാണ്. സോ വേറൊരു കാര്യം ഇവരെന്നോട് പറഞ്ഞത്, ഇവിടുത്തെ ഫുഡ് നമ്മൾ മുമ്പ് കഴിച്ചില്ലേ, ഫുഡ് വളരെ എന്താണ് പറയണത്, വലിയ ഗുണമില്ലായിരുന്നു. അതിൻ്റെ ഒരു സാൻഡ്വിച്ചായിരുന്നു. ആ സാൻഡ്വിച്ചിന് വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. റഷ്യൻ സാൻഡ്വിച്ച്. അപ്പോൾ ഞാനപ്പോൾ അവരോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് നിങ്ങളുടെ ഫുഡ് കാര്യങ്ങൾ എങ്ങനെയാണോ സാധാരണ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇതല്ല, അവരുടെ ഫ്ലൈറ്റിൽ ആക്ച്വലി നല്ല മീൽസാണ് അവർ കൊടുക്കുന്നത്. പക്ഷേ ഈ ഒരു ഫ്ലൈറ്റിൽ എത്തിഹാദിൻ്റെ കൂടെ അവർ കോൺട്രാക്റ്റ് ചെയ്തെടുക്കാറുണ്ട്. ഷെയർഡ് ഫ്ലൈറ്റുകളോ അങ്ങനെ തന്നെ സാധനമാണ്. അപ്പോൾ എത്തിഹാദിൻ്റെ ഇതിൽ ഇവർ പോലും ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ സാൻഡ്വിച്ച് സാധാരണ അവർ നല്ല മീലുകളാണ് അവർ കൊടുക്കുന്നത് ഫ്ലൈറ്റിൽ. പക്ഷേ എത്തിഹാദുകാരാണ് അവർ തമ്മിൽ ഒരു ടൈപ്പിലാണ്. എത്തിഹാദാണ് ഇത് ശരിക്കും ഇവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിറക്കണം. വലിയ ഗുണമില്ല. ഇവർ തന്നെ എന്നോട് പറഞ്ഞു വലിയ ഗുണമില്ല സാൻഡ്വിച്ചുകൾ, ഇങ്ങനെയൊന്നും അല്ല അവരുടെ ഫ്ലൈറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ എത്തിഹാദ് വഴി ഈ ആകാശ് എയർലൈൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഫുഡ് വലിയ ഗുണമുണ്ടാവില്ല. പക്ഷേ ബാക്കിയുള്ള എക്സ്പെക്റ്റേഷൻസിനൊക്കെ ആയിട്ട് കൂടുതൽ അവർ മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഫുഡിൽ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ എത്തിഹാദ് എയർലൈൻസിൽ ഞങ്ങൾ അവിടെ നിന്ന് അറ്റ്ലാന്റയിൽ നിന്ന് അബുദാബിക്ക് വന്നപ്പോഴും ഫുഡ് വളരെ പൂറായിരുന്നു. ഒരു ഗുണവുമില്ലായിരുന്നു ഫുഡ്. ഓക്കെ, ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞാൽ ബട്ടർ ചിക്കൻ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. വേറൊരു തക്കാളി വെച്ചിട്ട് വേറൊരു ടൈപ്പ് ചിക്കനായിരുന്നു. അത് ഗ്രിൽഡ് ചിക്കൻ പോലത്തെ ഒരു സാധനമായിരുന്നു. ബട്ടർ ചിക്കൻ എന്ന് പറയാൻ പറ്റില്ല. സോ അത്രയും ബാഡായിരുന്നു ഫുഡ് റിയലി. എനിവേ, ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ വരുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്പെക്റ്റേഷൻസ് നമുക്ക് മീറ്റ് ചെയ്യണമല്ലോ. ഐ ഡോണ്ട് എക്സ്പെക്ട് എ ലോട്ട്, ബട്ട് കൂടുതൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. എന്നാലും കുറച്ചെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് എക്സ്പെക്റ്റേഷൻ വേണമല്ലോ. സോ അപ്പോൾ അങ്ങനെ ഇരിക്കണം. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഫ്ലൈറ്റുകളല്ലാതും ബോയിങ്ങിൻ്റെ 737 8200 സീരീസാണ് അതിൻ്റെ മാക്സ്. അപ്പോൾ 8 ഉണ്ടായിരുന്നു. 8 മാക്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. അത് പഴയ ബോയിങ്ങിൻ്റെ ഇതായിരുന്നു. ഇപ്പോൾ എല്ലാ പുതിയ ഫ്ലൈറ്റുകൾ അവർക്ക് എയർബസ് ഇല്ല. അപ്പം എല്ലാ പുതിയ ഫ്ലൈറ്റുകളും 8200 എന്ന് പറഞ്ഞ അപ്ഗ്രേഡഡ് വേർഷനാണ് അവരിപ്പോൾ വെച്ചിറക്കുന്നത്. 192 പീപ്പിൾക്ക് ആൾക്കാർക്ക് ഇതിനകത്ത് യാത്ര ചെയ്യാൻ പറ്റും. നല്ല കംഫർട്ടാണ് കേട്ടോ. നല്ല കുറച്ചുകൂടെ വീതിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അവിടെ ഇപ്പോൾ മെഡിക്കൽ എമർജൻസി ആയിട്ട് ഇങ്ങനെ ആൾക്കാരിവിടെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരാദ്യമേ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ നഴ്സുമാരോ ഡോക്ടർമാരോ ആരെങ്കിലും ഉണ്ടോയെന്ന്. സോ ഇത് ശരിക്കും പറഞ്ഞാൽ അബുദാബിയിൽ നിന്ന് കേരളത്തിലോട്ട് പോകുന്ന ഫ്ലൈറ്റിനകത്ത് നഴ്സുമാർ ഇഷ്ടം പോലെ ഉണ്ടാവും, മലയാളികൾ നഴ്സുമാർ. അപ്പോൾ അവർ 3-4 പേര് ആദ്യമേ പെട്ടെന്ന് അങ്ങ് ഓടി ചെന്നു. അപ്പോൾ അവിടെ ഒരു ഡോക്ടർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർ അവരിപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ സ്റ്റേബിളൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നോക്കുകയാണ്. ഹോപ്പ്ഫുള്ളി അവർക്ക് കുഴപ്പമൊന്നുമില്ല ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓൾമോസ്റ്റ് ലാൻഡ് ആവാറായി. പക്ഷേ കണ്ടാൽ കൊച്ചി പോലെ തോന്നുന്നില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. ഒരു വീട് ലാൻഡിങ് ആണ്. 737
കാഴ്ച എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ഡൈവേർട്ട് ചെയ്യേണ്ടി വന്നു. കൊച്ചിയിലോട്ട് പോകുന്നതിന് പകരം ഇപ്പോൾ ഗോവയിലാണ് നമ്മളിപ്പോൾ. ഗോവയിൽ ലാൻഡ് ചെയ്തൊരു മെഡിക്കൽ എമർജൻസി ഉണ്ടായിരുന്നു ഓൺബോർഡ്. അപ്പം അവർ ഇപ്പോൾ ട്രീറ്റ് ചെയ്യുക, ടേക്ക് കെയർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ലാൻഡ് ചെയ്തിറക്കുകയാണ്. ഗോവയിലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിനി കൊച്ചിയിലോട്ട് പോകും. അപ്പം എസ്പെഷ്യലി ഈ മെഡിക്കൽ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് അവർ എടുക്കുമല്ലോ. പക്ഷേ അവരൊരു കാര്യം ചെയ്യേണ്ടതായിരുന്നു, അവർ പറയേണ്ടതായിരുന്നു അതിനൊരു ഡൈവേർഷൻ വന്നിട്ടുണ്ടെന്ന്. ബിക്കോസ് ആൾക്കാരൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നു ലാൻഡ് ചെയ്യുമ്പോൾ വീട്ടുകാരോട് വിളിക്കും, പറയും ഞങ്ങളിവിടെ എത്തി. അപ്പോൾ അതനുസരിച്ച് വീട്ടുകാർ നേരത്തെ ഇറങ്ങും, എയർപോർട്ടിൽ വന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി അവരിറങ്ങും. അപ്പം അങ്ങനത്തുള്ള കുറച്ച് ഇൻകൺവീനിയൻസുകൾ വരുത്താതിരിക്കാൻ പറ്റായിരുന്നു നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നെങ്കിൽ. സോ അത് കുറച്ച് മോശമായി പോയി. കാരണം അതൊരു ജനറൽ തിങ് ആണോ, അതെങ്ങനെ അവർ പറയാതിരിക്കാൻ അങ്ങനെ വല്ലതും പ്രോട്ടോക്കോൾ വല്ലതും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എനിവേ അങ്ങനെ ഗൈസ് ഫൈനലി നമ്മൾ കൊച്ചിയിലോട്ട് ലാൻഡ് ചെയ്യാൻ പോകണം. ഇപ്പോൾ മണി 6 മണിയാവാറായി, 5:45 മോർണിംഗിൽ. നമ്മൾ 8 മണിക്കൂർ എടുത്തു അബുദാബിയിൽ നിന്ന് ഇവിടെ എത്താൻ. എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടായിരുന്നു പറഞ്ഞ പോലെ. അത് കാരണം എനിവേ കുഴപ്പമില്ലാണ്ട് ഫ്ലൈറ്റ് നല്ല കുഴപ്പമില്ലായിരുന്നല്ലോ, നല്ല ഫ്ലൈറ്റായിരുന്നു. പക്ഷേ അവർ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒരു ഇഷ്യൂ വന്നു. അത് ഇന്ത്യയിലത്തെ പ്രശ്നമാണോ അല്ലെങ്കിൽ ഈ എയർലൈൻസിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കമ്മ്യൂണിക്കേഷൻ വളരെ പോറായിരുന്നു. അവർ ഈ എമർജൻസി മെഡിക്കൽ തിങ് ഹാപ്പൻഡ് ആയെന്നുള്ളതും എവിടെയാണ് ലാൻഡ് ചെയ്യുന്നത് ഒന്നും അവർ പറഞ്ഞില്ല. അതൊരു മോശമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതുപരി വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഫ്ലൈറ്റ് കംഫർട്ടബിൾ സീറ്റ്സാണ്. ഫ്ലൈറ്റ് ടെമ്പറേച്ചർ കൺട്രോൾ നല്ലതായിരുന്നു. പിന്നെ വേറൊരു കാര്യം, ഒരു പോരായ്മ ഞാൻ ശ്രദ്ധിച്ചത്, ഈ USB ചാർജിങ് പോർട്ടൊന്നുമില്ല. ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിന് അറ്റ്ലീസ്റ്റ് ഒരു USB ചാർജിങ് പോർട്ടെങ്കിലും ഒരു ഇത് വെക്കേണ്ടതാണ് ഫ്ലൈറ്റിന്. ഈ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം ഇല്ല, അത് പോട്ടെ. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു USB ചാർജിങ് സ്റ്റേഷൻ വെക്കേണ്ടതാണ്. അത് വെച്ചിട്ടില്ല. സോ അങ്ങനത്തെയുള്ള ചെറിയ ഡ്രോബാക്കുകളുണ്ട്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് വലിയ നല്ല. സോ ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഉണ്ട് കൊച്ചിയിലോട്ട് ഇങ്ങനെ പതുക്കെ ഇതാണ് നമ്മുടെ കൊച്ചി, നമ്മുടെ സ്വന്തം കൊച്ചി. സാധാരണ ലാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളുടെ നല്ല മ്യൂസിക് നമുക്ക് കേൾക്കാൻ പറ്റും. കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് കേൾക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് മ്യൂസിക് നമുക്ക് കേൾക്കാം. കൊച്ചി, സ്വീറ്റ് കൊച്ചി. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഗൈസ് അല്ല നമ്മളിപ്പം കൊച്ചി എയർപോർട്ടിലോട്ട് എത്തി. അടിപൊളിയാണ് കേട്ടോ പുതിയ എയർപോർട്ട്. ഇവിടെ ആനയൊക്കെ ഉണ്ട്, നല്ല അടിപൊളി. ഇങ്ങനെ ആന സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. ഇത് കണ്ടോ, ഒരു ആന, അടിപൊളി. അപ്പം അങ്ങനെ പുതിയ കൊച്ചി എയർപോർട്ട് സൂപ്പറാണ്, നല്ല രസമുണ്ട് കാണാൻ. അതിവിടെയല്ലേ എഴുതണേ? ഇവിടെയല്ലേ എഴുതണ്ടേ? അതെ, അവിടെയല്ലേ എഴുതണ്ടേ? ഓക്കെ. അപ്പോൾ അങ്ങനെ ഗൈസ് നമ്മളിവിടെ കൊച്ചിയിലാണ്, നല്ല രസമുണ്ട്. ആൾക്കാർ കൂടുതൽ തിരക്ക് വന്നിട്ടില്ല, തിരക്കായിക്കൊണ്ടിരിക്കുക. ഓക്കെ ഗായ്സ്, ഇപ്പോൾ പുതിയ രീതിയിൽ നമുക്ക് ഇലക്ട്രോണിക്കലി നമ്മുടെ എംബാർക്കേഷൻ കാർഡ് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ജസ്റ്റ് www.boi.gov.in പോവുക, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ വിസ online.gov.in പോവുക, അല്ലെങ്കിൽ നമ്മുടെ വിസ സുസ്വാഗത ആപ്പ് ഉപയോഗിച്ചിട്ട് 72 മണിക്കൂർ മുമ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എമിഗ്രേഷൻ വഴി നമുക്ക് പോകാൻ പറ്റും. ഒക്ടോബർ 1 തൊട്ടാണ് തുടങ്ങിയത്. ഓക്കെ ഗായ്സ്, അടുത്ത വീഡിയോ വരെ ഗുഡ് ബൈ, ടേക്ക് കെയർ, സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, എല്ലാതും ചെയ്യുക. താങ്ക്സ്.